മനുഷ്യാവതാരത്തിൻ്റെ 2025 ആണ്ട് ജൂബിലിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുക. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഈ തിരുവചനമാണ് തൻ്റെ പ്രബോധനത്തിൽ മാർപ്പാപ്പ പ്രത്യേകമായി എടുത്ത് പരാമർശിക്കുന്നത്. മനുഷ്യജീവിതം ധന്യമാകുന്നത് പ്രത്യാശയിലാണ്. ജീവിതങ്ങളുടെ മുഴുവൻ വിജയവും അടങ്ങിയിരിക്കുന്നത് എത്ര പ്രത്യാശയോടുകൂടെ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിലാണ് അടങ്ങിയിരിക്കുക. പഴയ നിയമത്തിൽ ദൈവജനത്തെ നയിക്കുവാനായി നിയോഗിക്കപ്പെട്ടിരുന്ന വ്യക്തിയാണ് മോശ. തൻ്റെ ജനതയും കൊണ്ട് നടക്കുന്ന അവസരങ്ങളിൽ ഒരുപാട് വൈതരണികൾ നേരിടേണ്ടി വരുന്നുണ്ട് മോശയ്ക്ക്. ഒരിക്കൽ ജനത്തെയും നയിച്ചുകൊണ്ട് പോകുമ്പോൾ ഫറവോയുടെ സൈന്യം പിന്നാലെ വരുന്നു എന്നറിഞ്ഞ് ജനങ്ങൾ പരിഭ്രാന്തരായി. അങ്ങനെ അവർ മുമ്പോട്ട് പോകുമ്പോൾ മുമ്പിൽ കാണുന്നത് ചെങ്കടലാണ്. പോകുവാൻ മറ്റ് വഴികളൊന്നുമില്ല. പരിഭ്രാന്തരായ ജനം മോശയ്ക്കെതിരെ തിരിഞ്ഞു. തങ്ങൾ അവിടെ കിടന്ന് കിട്ടുന്ന ഭക്ഷണവും കഴിച്ച് ഉള്ള ജോലിയുമൊക്കെ ചെയ്ത് കഴിഞ്ഞുകൊള്ളാമായിരുന്നു. എന്തിനാണ് തങ്ങളെ ഈ മരണത്തിലേക്ക് കൊണ്ടുവന്നു എന്നതായി ജനത്തിൻ്റെ ചോദ്യം. മോശ ദൈവത്തിൻ്റെ മുമ്പിൽ കൈകൾ വിരിച്ചു പിടിച്ച് ഒന്ന് നിൽക്കുന്നുണ്ട്. അതൊരു പ്രത്യാശയുടെ ചിത്രമാണ്. ദൈവം കൈവിടത്തില്ല എന്നുള്ള പ്രത്യാശയുടെ ചിത്രം. ദൈവം മോശയോട് പറയുന്നത് സാധാരണ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അവൻ്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് കടലിന്മേൽ അടിക്കുക. കടല് രണ്ടായി വിഭജിക്കപ്പെടും. അതുവഴിയുള്ള ആ വഴിയിലൂടെ ജനതയ്ക്ക് അപ്പുറത്ത് ചെല്ലാനാവും. തെല്ലും സംശയിക്കാതെ, തൻ്റെ ബുദ്ധിയെയും തൻ്റെ ലോജിക്കുകളെയും ആശ്രയിക്കാതെ ദൈവത്തിലുള്ള പ്രത്യാശയിൽ മോശ കയ്യിലുള്ള വടിയെടുത്ത് കടലിന്മേൽ ആഞ്ഞടിച്ചു. കടല് രണ്ടായി മാറി. ജനം അതുവഴി കടന്നുപോയി രക്ഷപ്പെട്ടു എന്നുള്ളത് ചരിത്രമാണ്. ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ബെഥോവനെ അറിയപ്പെടുന്നത് സംഗീതത്തിൻ്റെ ചക്രവർത്തിയായിട്ടാണ്. 1885 ബോണിൽ ജനിച്ച ബെഥോവന് 20-ാം വയസ്സിൽ തൻ്റെ കേൾവിശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. 55 വയസ്സുവരെ ജീവിച്ച ഈ മനുഷ്യൻ ധാരാളം സംഗീത പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഒരുപാട് മനുഷ്യരുടെ മുമ്പിൽ നിന്നുകൊണ്ട് തൻ്റെ സംഗീത പരിപാടികൾ കാഴ്ചവെക്കുകയുണ്ടായി. ഈ മനുഷ്യനെ ജീവിതത്തിൽ നയിച്ചത് പ്രത്യാശയാണ്. തൻ്റെ കുറവുകളിൽ ഇടറാതെ പതറാതെ നിലനിൽക്കുവാനായിട്ട് ഈ മനുഷ്യനെ സഹായിച്ചത് അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന പ്രത്യാശയാണ്. പ്രത്യാശയുടെ മറ്റൊരു ചിത്രം കൂടി നമുക്ക് കാണാം. എവറസ്റ്റ് കീഴടക്കിയവർ ടെൻസിങ്ങും ഹിലരിയുമായിരുന്നു. ഈ രണ്ടുപേരോടും മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എവറസ്റ്റ് കീഴടക്കിയപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? അവരതിന് പറഞ്ഞ ഒരു ഉത്തരമുണ്ട്. ഞങ്ങൾ എവറസ്റ്റ് കീഴടക്കിയതായിട്ടല്ല ഞങ്ങൾക്ക് തോന്നുന്നത്, ഞങ്ങളെ തന്നെയാണ് കീഴടക്കിയത്. എല്ലാവരും ഞങ്ങളോട് പറഞ്ഞിരുന്നു ഞങ്ങൾക്കിത് സാധ്യമല്ല എന്ന്. പക്ഷെ പ്രത്യാശയോടെ ഞങ്ങൾ മുമ്പോട്ട് നീങ്ങി. ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന പരാജയഭീതികളൊക്കെ തുടച്ചു മാറ്റപ്പെട്ടു. ഞങ്ങളെ തന്നെയാണ് കീഴടക്കിയത്. പ്രിയപ്പെട്ടവരെ, പ്രത്യാശ തുടച്ചു നീക്കാത്ത അന്ധകാരമില്ല. പ്രത്യാശ മായ്ച്ചു കളയാത്ത ദുഃഖങ്ങളില്ല. പ്രത്യാശ കൊണ്ടുവരാത്ത സന്തോഷങ്ങളില്ല. നമുക്ക് പ്രത്യാശയുള്ള മനുഷ്യരാവാം. പ്രത്യാശയുടെ നാളം മറ്റു മനുഷ്യരിലേക്ക് പകർത്താം. ലോകം മുഴുവനും പ്രത്യാശ നിറഞ്ഞ ഒരു ജനതയായി മാറട്ടെ എന്ന് പരസ്പരം ആശംസിക്കാം.